നിങ്ങൾക്കറിയുമോ സയ്യിദുൽ ഉലമാ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങളാണ് നമ്മുടെ അധ്യക്ഷൻ. അല്ലാഹു മഹാനവ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ആർജവത്തോടുകൂടി നയിക്കാനുള്ള ഹിമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ യാന്ത്രികമായി വന്നതല്ല പ്രസിഡന്റ്. ഇതൊക്കെ മുദബ്ബിറുൽ ഉമൂർ, കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവൻ, നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. ഇന്നത്തെ ഈ ഘട്ടത്തിൽ സയ്യിദുൽ ഉലമയെ പോലുള്ള ഒരു പ്രസിഡന്റ് ആയിട്ടില്ലായിരുന്നുവെങ്കിൽ സമസ്തക്ക് പിടിച്ചു നിൽക്കാൻ പ്രയാസമുണ്ടാകും. അദ്ദേഹത്തിന്റെ ചരിത്രം നിങ്ങൾക്കറിയുമോ? അദ്ദേഹം ഈ നാട്ടിൽ ജനിച്ചു വളരേണ്ട മനുഷ്യനല്ല. അദ്ദേഹത്തിന്റെ അസ്ലി യമനാണ്. യമൻ എന്ന അറബ് രാജ്യമാണ്. അദ്ദേഹത്തിന്റെ പൂർവ്വപിതാവ് യമനിലാണ്. ഈ മഹാനായ ഇവിടെ കിടക്കുന്ന ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മമ്പുറം തങ്ങൾ നമ്മൾ തൊട്ടപ്പുറത്തിന്റെ ചാരത്തുണ്ട്. അല്ലാഹുവിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് രണ്ട് വീട്ടിലും വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ യമനിൽ കിടക്കുന്ന ഈ ജിഫ്രി തങ്ങളുടെ പൂർവ്വപിതാവ് സയ്യിദ് ഹുസൈൻ ജിഫ്രി തങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. നിങ്ങൾ യമനിൽ താമസിച്ചാൽ പോരാ, ചെറുപ്പക്കാരനാണ് ഹുസൈൻ ജിഫ്രി, നിങ്ങൾ ഇങ്ങോട്ട് കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് വരണം. ഞാനിവിടെ മമ്പുറത്തുണ്ട്, നിങ്ങൾ ഇവിടെ താമസമാക്കണം, വഴികൾ ഞാനൊരുക്കാമെന്ന് പറയുകയും ആ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് പരപ്പരങ്ങാടി കപ്പലിറങ്ങി ഇവിടെ മമ്പുറം തങ്ങളെ സമീപിച്ച് മമ്പുറം തങ്ങൾ ഈ കാണുന്ന കൊടുങ്ങിയിൽ അദ്ദേഹത്തെ കാലിയാക്കി പിന്നീട് കല്യാണം ചെയ്തു കൊടുത്തു. ആ നിലയിൽ ആ പാരമ്പര്യത്തിൽ വളർന്നു വന്ന കണ്ണിയാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനൊരു ഘട്ടത്തിൽ ഇങ്ങനൊരു പ്രസിഡന്റ് വേണ്ടി വരും. ഇതാണ് പ്ലാനിങ്, തദ്ബീർ, മുദബ്ബിറുൽ ഉമൂർ എന്ന് പറയുന്നത്. അല്ലാഹു നേരത്തെ പ്ലാൻ ചെയ്തു വെച്ചിട്ട് ആ നിലയിലുള്ള സംവിധാനമാണത്. ഇതിന്റെ മഹാത്മാക്കളായ നേതാക്കന്മാരൊക്കെ ആ തരത്തിൽപ്പെട്ട ഗണത്തിൽപ്പെട്ട ആളുകളാണ്. എത്രയോ നേതാക്കന്മാരുടെ മരണത്തിന് ദൃക്സാക്ഷികളാണ്. ശംസുലയുടെ മരണത്തിന് ഒരുപാട് ആളുകൾ വട്ടം കൂടി നിൽക്കുന്നു. യാസീൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം മരിച്ചത്. ദൃക്സാക്ഷികളാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾ. അന്ന് ദൃക്സാക്ഷികളായ പലരും മരണപ്പെട്ടു പോയി, ഇന്നും ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ട്. യാസീൻ ഇങ്ങനെ ഓതുകയാണ്, കാരണം അന്നാസനാണ്. അയാൾക്ക് സുബഹിന്റെ ബാങ്ക് വിളിച്ചു. ശംസുലിന്റെ കയ്യിൽ തസ്ബീഹിന്റെ മാലയുണ്ട്. സുബഹിന്റെ ബാങ്കിന്റെ ഓരോ വാക്കുകളും അദ്ദേഹം ഇജാബത്ത് കൊടുത്തു. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ശംസുലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതോടുകൂടി തന്റെ കയ്യിൽ നിന്ന് തസ്ബീഹ് മാല താഴെ വീണു. നോക്കുമ്പോൾ അദ്ദേഹം കണ്ണടച്ചിട്ടുണ്ട്. നമ്മൾ നേർക്കുനേർ നോക്കി കണ്ടതല്ലേ സഹോദരന്മാരെ? എന്റെ അമ്മോഷനാണ് ഉസ്താദ് കെ.ടി. മുസ്ലിയാർ. നവറല്ലാഹു മർക്കദ അവിടെയൊക്കെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. സമസ്തയുടെ സമുന്നതനായ സെക്രട്ടറിയായിരുന്നു, വിദ്യാഭ്യാസ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഈ കോഴിക്കോട് കടപ്പുറത്ത് വന്ന ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ മഹാസമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം സ്റ്റേജിൽ ഇരുന്ന് ദീർഘനേരം പ്രസംഗം കേട്ട് എഴുന്നേറ്റു. അദ്ദേഹം എഴുന്നേറ്റിട്ട് പുറത്തിറങ്ങി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. കൂടെ ഞങ്ങളും ഇറങ്ങി. ശരിക്കും സ്വസ്ഥതയില്ലെന്നറിയാം, ഒരു ആശ്വാസമില്ലെന്നറിയാം. നേരെ ആംബുലൻസിന്റെ അവിടെ, ആംബുലൻസിലേക്ക് ഇങ്ങനെ അദ്ദേഹത്തെ ഇറങ്ങുന്ന സമയത്ത് തന്നെ സുഹൃത്തുക്കൾ എടുത്ത് നേരെ ആംബുലൻസിൽ വെച്ചു. അദ്ദേഹം ആ സ്ട്രെച്ചറിൽ കടന്നു. ആംബുലൻസ് പെട്ടെന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു വെള്ളം 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 എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും ഓർത്തു പിന്നീട് മരിക്കാൻ നമുക്ക് മനസ്സിലായിട്ടില്ല. ഒരു ബോട്ടിൽ വെള്ളം ഉണ്ടായിരുന്നു. അതിൽ അബ്ദുൽ സാഹിബ് ഈ യാത്ര പുറപ്പെടുമ്പോൾ ഒരു ബോട്ടിൽ വെള്ളം എടുത്തു തന്നിരുന്നു സ്റ്റേജിൽ. ആ വെള്ളം പൊട്ടിച്ച് അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ വായിലേക്ക് ഒഴിച്ചപ്പോൾ അദ്ദേഹം സ്വയം എഴുന്നേറ്റ് വാങ്ങിയിട്ട് വായിലേക്ക് ധാരാളം വെള്ളം ഒഴിച്ച് കുടിച്ചിട്ട് അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു 3 തവണ കലിമ ചൊല്ലി ഉറക്കെ ചൊല്ലിയിട്ടാണ് അദ്ദേഹം കണ്ണടച്ചത്. പിന്നെ ഞങ്ങൾ കൂട്ടുകാർ ചോദിക്കുകയാണ്, ഇനി എന്തുവാണ്, ഒഴിഞ്ഞു കൊടുക്കണോ? അസ്വസ്ഥത ഒന്നും കാണുന്നില്ലല്ലോ, മരിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. ഹോസ്പിറ്റലിൽ നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിന് ഇന്നാളുകളെന്ന് പറഞ്ഞപ്പോ ആള് പോയല്ലോ എന്ന് പറഞ്ഞു. എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് സഹോദരൻ. എന്നെ പോലെ 5-8 ആളുകൾ ആ വണ്ടിയിലുണ്ട്. എന്റെ അഭിമന്യനായ പിതാവ് ഇതുപോലെ വെള്ളിയാഴ്ച സുബഹിക്ക് ഖുർആൻ ഹാഫിളായിരുന്നു. സ്വന്തം ഓതി 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 ഹിഫ്ളുവാക്കിയതാണ്. കോളേജിൽ പോയിട്ടല്ല, ഖുർആൻ ഓതിക്കൊണ്ട് ഹോസ്പിറ്റലിൽ വെച്ച് ഇങ്ങനെ ഓതിക്കൊണ്ടാണ് അദ്ദേഹം കണ്ണടച്ചു പോയത്. മുഷാവർ മെമ്പർ ആയിരുന്നു. ഈ തരത്തിലുള്ള വലിയ വലിയ ആളുകൾ നമ്മൾ ദുആ ചെയ്യിപ്പിച്ചാൽ ഇജാബത്ത് കിട്ടുന്ന ആളുകൾ, ആ തരത്തിൽപ്പെട്ട ദീനിന്റെ ഒറിജിനാലിറ്റി കാത്തു സൂക്ഷിക്കുന്ന ഒരു മഹൽ വിഭാഗമാണ് ഈ അഹ്ലുസ് സുന്ന വൽ ജമാഅ. അതിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഒരു കാരണവശാലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ അനുവദിച്ചിട്ടില്ല. അത് മെയിൻ പ്രശ്നമാണ്. അതിനാണ് സമസ്തയുടെ നിലനിൽക്കുന്നത്. വേറെ എത്രയോ സംഘടന, ഓരോ സംഘടനയുടെ ഡ്യൂട്ടി നിർവഹിക്കട്ടെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്, അവർക്ക് ഡ്യൂട്ടി ഉണ്ട്. അതുപോലെ ഇന്ത്യൻ മുസ്ലിം ലീഗ് ഉണ്ട്. മുസ്ലിം ലീഗിന് മുസ്ലിം സമുദായത്തെ കൊണ്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകളുണ്ട്, അവർക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരുപാട് വിനയ സംഘടനകൾ, അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുടെ ലക്ഷ്യം വളരെ കറക്റ്റാണ്. മുസ്ലിം ജനസമൂഹത്തെ ഇസ്ലാമിന്റെ നേർപാതയിൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിൽ അതൊന്നുപോലും വെട്ടിമാറ്റാൻ അനുവദിക്കാതെ, ഒന്നുപോലും അഡീഷണലായി കൂട്ടിച്ചേർക്കാൻ അനുവദിക്കാതെ, അതിന്റെ പരിശുദ്ധിയോടുകൂടി ഈ ഇസ്ലാമിക സമൂഹത്തെ വിട്ടുവീഴ്ചയില്ലാതെ യൗമുൽ ഖിയാമത്ത് വരെ നിലനിർത്തണം എന്ന കാര്യമാണ് സമസ്തയുടെ ലക്ഷ്യം. അതിന്റെ ഭരണങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ വ്യത്യാസം വന്നാൽ സമസ്ത ഇടപെടും. ഈ ക്യാമ്പയിനൊക്കെ അതാണ് ലക്ഷ്യമാക്കുന്നത്. വേറെ യാതൊരു ദുരുദ്ദേശവും ഇതിന്റെ പിന്നിലില്ല.
ചില സ്ഥലങ്ങളൊക്കെ ഇത്തരം പരിപാടി വെച്ച ആളുകൾ മുടക്കാൻ വരും. എന്നിട്ട് അപ്പുറത്തെ സ്ഥലം നോക്കും, അവിടെ വെക്കും, അവിടെയും മുടക്കും. പിന്നെ അപ്പുറത്തെ സ്ഥലത്ത് വെക്കും, അവിടെയും മുടക്കും. എന്നാൽ പിന്നെ സ്ഥലം അറിയാതെ വേറെ സ്ഥലത്ത് വെക്കും, പരിപാടി അന്ന് മാത്രം പ്രഖ്യാപിക്കും. ഇങ്ങനെയൊക്കെ ചില സ്ഥലങ്ങളുണ്ട്. പക്ഷെ പരിപാടി കേട്ട് നോക്കുമ്പോഴാണ് ഇവരെ പറ്റി പ്രചരണം നടത്തുന്ന കാര്യങ്ങളൊന്നും ശരിയല്ലല്ലോ. ഇവരെ ഉദ്ദേശം, ഇവരുടെ ലക്ഷ്യം പാവനമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തിന്റെ സംരക്ഷണമാണല്ലോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതല്ലേ സത്യം? ഈ പരിശുദ്ധമായ ദീൻ അതേപടി നിലനിൽക്കണ്ടേ? അടുത്ത തലമുറയ്ക്ക് ഈ ആദർശം നമുക്ക് അതുപോലെ കൈമാറണം. അതിനെതിരായ നിലപാടുകൾ വരുമ്പോൾ സമസ്ത കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല, കോംപ്രമൈസിന് പോയിട്ടില്ല. വേറെ എന്തൊക്കെ ആയിരുന്നാലും ശരി, ഈ ബിദഈ ചിന്തകൾ അരിച്ചു കയറാൻ സമസ്ത അനുവദിക്കില്ല. അത് നമ്മുടെ ആലിമീങ്ങളുടെ പ്രത്യേകത. പൂർവ്വകാലത്തും അങ്ങനെ തന്നെയാണ്. ഇന്ന് മാത്രമല്ല, സലഫ് സ്വാലിഹീങ്ങളുടെ കാലഘട്ടം, ഏറ്റവും നല്ല കാലഘട്ടം നബി തങ്ങളുടെ കാലഘട്ടം, സ്വഹാബത്തിന്റെ കാലഘട്ടം, താബിഈകളുടെ കാലഘട്ടം, ആ 1, 2, 3 നൂറ്റാണ്ടല്ലോ. ആ 3 നൂറ്റാണ്ടിലെ മഹാത്മാക്കളുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ബിദ്അത്തുകാർക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തിക്കൊണ്ട് അവരെ അടിച്ചമർത്തി ജീവിച്ചിരിക്കുന്ന ബിദ്അത്തുകാരെ അകറ്റി നിർത്തിയ പാരമ്പര്യമാണ്, ചരിത്രമാണ്, മാതൃകയാണ് പാരമ്പര്യമായി ഇസ്ലാമിക സമൂഹത്തിന്റെ പൂർവ്വകാല സമൂഹത്തിന്റെ മാതൃകയിൽ നമ്മൾ കാണാൻ സാധിക്കുന്നു. ഇത് സമസ്ത ഈ 99 വർഷക്കാലം പുറത്തുള്ള ബിദഈ പ്രസ്ഥാനങ്ങൾ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതാണ് ആളുകൾ വഴിതെറ്റി പോകാത്തത്. എന്നാൽ അകത്തുനിന്ന് അതിന്റെ ചില അനുരണനങ്ങൾ പ്രത്യക്ഷപ്പെട്ടാലോ സമസ്ത കൈകെട്ടി നോക്കി നിൽക്കാൻ സാധിക്കും? ഇല്ല. അതാണ് വാഫി പ്രസ്ഥാനത്തിൽ സംഭവിച്ചത്. അല്ലാതെ ആർക്കും വാഫി പ്രസ്ഥാനത്തോട് എതിർപ്പില്ല. എന്റെ മകൻ വാഫിയാണ്, എന്റെ മകൾ വാഫിയയാണ്. നമ്മളൊക്കെ മക്കൾ നമ്മളെ ഈ സ്ഥാപനത്തിൽ പഠിപ്പിക്കേണ്ടത്. അവരൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത്തരം സ്ഥാപനം ദാറുൽ ഹുദ നമ്മുടെ സ്ഥാപനമാണ്, പട്ടിക്കാട് ജാമിഉൽ നമ്മുടെ സ്ഥാപനമാണ്, നന്ദി ദാറുൽ നമ്മുടെ സ്ഥാപനമാണ്, കടബയിൽ റഹ്മാനി നമ്മുടെ സ്ഥാപനമാണ്, അസ്അദിയ നമ്മുടെ സ്ഥാപനമാണ്, അശ്അരിയ നമ്മുടെ സ്ഥാപനമാണ്, ഇർഫാനിയ നമ്മുടെ സ്ഥാപനമാണ്. ഇതൊക്കെ ബ്രാഞ്ചുകളും ഒരുപാട് ശാഖകളും സ്ഥാപനങ്ങളും ഉണ്ട്. അതൊക്കെ നമ്മുടെ സ്ഥാപനം. അവിടെ തന്നെയാണ് മക്കളെ പഠിപ്പിക്കേണ്ടത്. പ്രത്യേകിച്ചും ഭൗതിക വിദ്യാഭ്യാസം കൂടി കിട്ടുന്ന ആധുനിക സൗകര്യങ്ങൾ ഈ സ്ഥാപനങ്ങൾ മക്കളെ നമ്മൾ ചേർത്ത് പഠിപ്പിക്കുന്നു. പക്ഷെ വിശ്വസിച്ച് ഏൽപ്പിച്ച് നമ്മളെ കുട്ടിക്ക് ഒരു ദർസിൽ പഠിപ്പിച്ചാൽ കിട്ടുന്ന അറിവ് മാത്രം പോരാ, പുറത്ത് ഭൗതികമായ അറിവ് കൂടി കിട്ടണമെന്ന് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് റബ്ബിനോട് ദുആ ചേർപ്പിച്ച ആ കുട്ടികളെ പിന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കില്ല. അവരെ കുട്ടികളെ പഠിപ്പിക്കുന്നതും തെർബിയത്ത് ചെയ്യുന്നതും വളർത്തിക്കൊണ്ടുവരുന്നതും അവിടുത്തെ അധ്യാപകന്മാരാണ്. ഈ അധ്യാപകന്മാർ ഈ കുട്ടികളെ വഴിതെറ്റിച്ചാലോ? അത് നമ്മളെ ഏറ്റവും കൂടുതൽ മാരകമായി കാണുന്ന, അപകടകരമായി കാണുന്ന, നരകത്തിലേക്ക് പോകാൻ ഇടയാക്കുന്ന, ആഖിബത്ത് മോശമാക്കാൻ കാരണമാക്കുന്ന, ഈമാൻ നഷ്ടപ്പെടാൻ ഇടയാക്കുന്ന ബിദ്അത്തിന്റെ മാർഗത്തിലേക്ക് അവർ നയിക്കുന്ന പ്രസ്ഥാനങ്ങളാണെങ്കിലോ, സ്ഥാപനങ്ങളാണെങ്കിലോ, വിദ്യാഭ്യാസ ഏജൻസികളാണെങ്കിലോ സമസ്തക്ക് ആ വിഷയത്തിൽ കോംപ്രമൈസ് പോകാൻ കഴിയില്ല. ഇതാണ് വാഫി പ്രസ്ഥാനത്തിലെ ഇഷ്യൂവിൽ സംഭവിച്ചത്. മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. അച്ചടക്കമില്ലാത്തൊരു വിഭാഗം അവർ ഈ നിലയിലെ പുതിയ പുതിയ ചിന്തകളുമായി മുന്നോട്ട് പോയപ്പോൾ സമസ്ത ഇടപെട്ടു, അവരെ തിരുത്താൻ ശ്രമിച്ചു. അവർ തിരുത്താൻ റെഡിയല്ല എന്ന പ്രശ്നം ഇന്നും അതന്നെ പ്രശ്നം. തിരുത്തിയാൽ അംഗീകരിക്കാത്ത വിഭാഗമല്ല നമ്മുടെ സമസ്തയുടെ നേതാക്കന്മാർ. ഒരു 4 വർഷമായി കാണും ഈ ചർച്ച തുടങ്ങിയിട്ട്. ഒന്നുമില്ല, ഈ 10-40 മഹാ ആലിമീങ്ങളല്ലേ. ഈ കൊറോണ ഉസ്താദൊക്കെ ഇവിടെ ഒന്ന് ചെറുപ്പക്കാരൻ ആ കൂട്ടത്തിൽ, അദ്ദേഹത്തിന്റെ തത്വ നിങ്ങൾ കണ്ടില്ലേ? ആ നിലക്കുള്ള 10-40 മഹാന്മാരായ വലിയ വലിയ മുഹദ്ദിസീങ്ങളും ആലിമീങ്ങളും സൂഫിയാക്കളും അവരൊക്കെ കൂടി ആലോചിച്ച് ഇനി വേണ്ടാത്ത കാര്യം പറഞ്ഞ ഹറാമല്ലെങ്കിലും നമ്മൾ വലിയ ആൾക്കാർ അങ്ങനെ ആയിക്കോട്ടെ. ഇത് അവർ പറഞ്ഞത് ആകെ എന്താ പറഞ്ഞത്? നിങ്ങൾ ബിദ്അത്തിന്റെ പരിപാടികളിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല, നിങ്ങൾ ബിദ്അത്തിന്റെ അധ്യാപകന്മാരെ കോളേജിൽ വെക്കാൻ പാടില്ല, നിങ്ങൾ ബിദ്അത്തിന്റെ പരിപാടികളിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കാൻ പാടില്ല, സുന്നത്ത് ജമാഅത്തിനെയും സമസ്തയോടും പാതയിൽ ഉറപ്പിച്ചു നിർത്തണം, നിങ്ങൾ സമസ്തയെ എതിർത്തുകൊണ്ട് കുട്ടികളെ വളർത്താൻ പറ്റില്ല, നമ്മുടെ കുട്ടികൾ വഴിതെറ്റി പോകും. ഈ ഒരു ഉപദേശം സമസ്ത കൊടുത്ത് അംഗീകരിക്കട്ടെ. ഇത്തരം പ്രശ്നങ്ങൾ അംഗീകരിക്കാതെ നിരന്തരമായി സമസ്തയെ വെല്ലുവിളിച്ചു പോകുമ്പോൾ സമസ്ത നല്ല ഏതൊരു സംഘടനയാണ് ഇവർ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ? ഇതാണ് ഇവിടെ സംഭവിച്ചത്. എന്നിട്ട് നമ്മൾ പറയുന്ന ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, സാമ്പിളുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അങ്ങനൊന്നുമില്ല, അതൊക്കെ തെറ്റാണ്, കളവാണ്, കരുന്നുണയാണ് എന്നൊക്കെ സംസ്കാരമില്ലാത്ത വാക്കുകൊണ്ട് നിഷേധിക്കുക. ഞാൻ പറയപ്പെട്ട ചെറിയ ചില സഹോദര ഉദാഹരണം ഞാൻ പറയാറുണ്ട്. നിഷേധിക്കപ്പെടുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന ഒരു ഉദാഹരണമാണ്. കേരളത്തിലെ നമുക്കറിയുന്ന പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി. വലിയ തെറ്റായ വിധായി പ്രസ്ഥാന ജമാഅത്തെ ഇസ്ലാം. ജമാഅത്തെ ഇസ്ലാമിന്റെ അപകടമൊന്നും ചർച്ച ചെയ്യാൻ നമുക്കിവിടെ സമയമില്ല. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സെയിം പതിപ്പാണ് മുസ്ലിം ബ്രദർഹുഡ്. ഈജിപ്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇഖ്വാൻ മുസ്ലിം എന്ന സംഘടന. രണ്ടും ഒരു നാണയത്തിന്റെ 2 പുറങ്ങളാണ്. ഭരണം, രാഷ്ട്രീയമാണ് ലക്ഷ്യം. അതിനുവേണ്ടി എന്തും ചെയ്യുന്ന പ്രത്യേക വിഭാഗം. ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് അറബ് രാജ്യങ്ങൾ മൊത്തം കലാപമുണ്ടായി, രക്തച്ചൊരിച്ചിലുണ്ടായി, ആയിരക്കണക്കിന് ആൾക്കാർ കൊല ചെയ്യപ്പെട്ടു. എന്തേ പ്രശ്നം? ഈ മുസ്ലിം ബ്രദർഹുഡ് ഉണ്ടാക്കിയ കുഴപ്പങ്ങളായിരുന്നു, കലാപങ്ങളായിരുന്നു. ആ ബിദഈ പ്രസ്ഥാനത്തിന്റെ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ, അതിന്റെ സ്ഥാപക നേതാക്കന്മാരുടെ കിതാബുകൾ നമ്മുടെ സ്ഥാപനത്തിൽ പഠിപ്പിക്കാൻ സമസ്തക്ക് അംഗീകരിക്കാൻ പറ്റും.
നിങ്ങൾ ചിന്തിക്ക്. നിങ്ങൾ വെറുതെ ചില ആളുകൾ പറയും അതൊക്കെ അതിന്റെ സെക്രട്ടറിനോട് നമ്മുടെ ആലിമികൾക്ക് ഈഗോ ആണ്, അസൂയാണ്, ശത്രുതയാണ്. മൂപ്പര് സമസ്ത ഒന്നും നോക്കണ്ട. സമസ്ത അങ്ങനെ മോശമാണ്, ഇങ്ങനെ മോശമാണ്, സമസ്തന്റെ ഡ്രൈവർഷിപ്പ് പറഞ്ഞൊക്കെ പോട്ടെ. അടിസ്ഥാനപരമായി നിങ്ങൾ ചിന്തിക്കുക, ആ സ്ഥാപനത്തിൽ നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന അമാനത്തോട് ഏൽപ്പിക്കുന്ന ഈ കൊച്ചു മക്കൾക്ക് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ഒരു ബിദഈ പ്രസ്ഥാനത്തിന്റെ പുസ്തകങ്ങൾ സിലബസ് ഉൾക്കൊള്ളിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നത് എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും? ഇവർ പറയുന്നു അങ്ങനെ പുസ്തകങ്ങൾ പഠിപ്പിച്ചിട്ടേ ഇല്ല. അങ്ങനെ പുസ്തകങ്ങൾ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ സംഭവം ഞാൻ പറഞ്ഞ സഹോദരന്മാരെ, അൽ അദാലത്തുൽ ഇജ്തിമാഇയ്യ ഫിൽ ഇസ്ലാം ഒരു അറബി പുസ്തകമാണ്. ആരാണ് പുസ്തകത്തിന്റെ രചയിതാവെന്നോ? ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ സയ്യിദ് മുഹമ്മദ് ഖുത്ബ്. ഈ സയ്യിദ് മുഹമ്മദ് ഖുത്ബ് എഴുതിയ അൽ അദാലത്തുൽ ഇജ്തിമാഇയ്യ ഇസ്ലാമിയ എന്ന് പറയുന്ന പുസ്തകം, നമ്മൾ KM മൗലവിയുടെ പുസ്തകം നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചാലെങ്കിൽ മുജാഹിദിന്റെ കേരളത്തിലെ സ്ഥാപകൻ KM മൗലവിയ ഇതുപോലെ അദ്ദേഹത്തിന്റെ പുസ്തകം പഠിപ്പിച്ചു. രണ്ടാമനായ മുഹമ്മദ് ഖുത്ബിന്റെ രണ്ടാമത്തെ പുസ്തകം ശുബ്ഹാത്തുൻ ഹൗലൽ ഇസ്ലാം ഇവർ സിലബസിൽ ഉൾക്കൊള്ളിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഇല്ലെന്നാണ് പറയുന്നത്. ഞാൻ പറയട്ടെ, ഇല്ലെന്ന് പുതിയ കുട്ടികൾ പറഞ്ഞാൽ പോരാ. ഇത് നിഷേധിക്കുകയാണെങ്കിൽ ഉത്തരവാദപ്പെട്ട CICയുടെ തലപ്പത്തിരിക്കുന്ന അതിന്റെ ജനറൽ സെക്രട്ടറിയോ അതിന് ഉത്തരവാദപ്പെട്ട നേതൃസ്ഥാനത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ സഹഭാരവാഹികളുണ്ട്. അവരോ ഇക്കാര്യം നിഷേധിക്കുകയാണെങ്കിൽ നേരിട്ട് സംവദിക്കാൻ തയ്യാറുണ്ട്. ഈ രണ്ട് പുസ്തകങ്ങളും കൃത്യമായും വ്യക്തമായും ഇവരുടെ സിലബസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് 2005 സനത് വാങ്ങിയ വാഫി കുട്ടികൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ തയ്യാറാണ്. ഇത് നിഷേധിക്കാൻ പറ്റില്ല. പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ. അങ്ങനെ നിഷേധിക്കാൻ സെക്രട്ടറി നിഷേധിക്കട്ടെ, നേർക്ക് നേരെ സംവദിക്കാൻ തയ്യാറാണ്. നമുക്ക് തുറന്ന് ചർച്ച ചെയ്യാതെ. നമ്മൾ അന്യ രാജ്യങ്ങളിലോ കേരളത്തിൽ ജീവിച്ചിരുന്ന ആളുകളല്ലേ, പഠിച്ച കുട്ടികളുണ്ട് മാത്രമല്ല ഈ പുസ്തകങ്ങൾക്ക് പഠിച്ച ആളുകളാണ്, കോളേജിൽ പഠിച്ച ആളുകളാണ്, അവരുടെയൊക്കെ നേതൃസ്ഥാനത്തിരിക്കുന്ന പല വാഫികളും. നിഷേധിക്കാനാകാത്ത സത്യമാണ്. മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ പറഞ്ഞത്, ഇങ്ങനത്തെ 1-2 പുസ്തകങ്ങളൊന്നുമല്ല. ഫിഖ്ഹുൽ മുയസ്സർ എന്ന പുസ്തകം, ഇതുപോലെ സലഫി പണ്ഡിതന്റെ പുസ്തകം, നമ്മുടെ മുജാഹിദ് പണ്ഡിതന്റെ പുസ്തകം നമ്മുടെ സിലബസ് നമ്മുടെ കിതാബിൽ കുട്ടികളെ പഠിപ്പിക്കൂലല്ലോ. എന്നാൽ സലഫി പണ്ഡിതൻ എഴുതിയ പുസ്തകം പഠിപ്പിക്കുമെന്ന് മാത്രമല്ല, ആ പുസ്തകത്തിൽ പറയുന്നത് സലഫികൾ എഴുതിയാൽ സലഫികൾ ആശയമാണല്ലോ പറയാ. നമ്മളൊക്കെ തറാവീഹ് 20 റക്അത്താണ് നമസ്കരിക്കുന്നത്. സലഫികൾക്ക് അത് 8 റക്അത്താണെന്ന് അവർ പണ്ട് പറഞ്ഞിരുന്നത്. പെട്ടൂല്ല എന്നാണ് പറയുന്നത്. സലഫ് തറാവീഹ് നിസ്കാരത്തിന്റെ പുതിയ നിലപാട്. പക്ഷെ അന്ന് എഴുതിയ പുസ്തകം, ആ പുസ്തകം ഫിഖ്ഹുൽ മുയസ്സർ എന്ന പുസ്തകം, അഹ്മദ് ഈസ ആഷൂർ എന്ന പണ്ഡിതൻ സലഫി പണ്ഡിതൻ എഴുതിയ പുസ്തകം. ഈ പുസ്തകം ഇതുപോലെ സിലബസിൽ ചേർത്ത് ആ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഉറപ്പ്, നിഷേധിക്കാൻ കഴിയില്ല. അത് പഠിച്ച ആളുകൾ ഇവരെ നേതൃസ്ഥാനത്തിന്റെ അവർ നിഷേധിക്കുകയാണെങ്കിൽ കുട്ടികൾ നിഷേധിക്കാൻ ഉത്തരവാദപ്പെട്ടവർ നിഷേധിക്കുകയാണെങ്കിൽ നേരിട്ട് തെളിയിച്ചു കൊടുക്കാൻ തയ്യാറാണ്. എന്നിട്ടൊരു കുട്ടിന് മറുപടി പറയുകയാണ്, അവരുടെ വിരുദ്ധതായി പറയുകയാണ്, ഞങ്ങളുടെ കിതാബിൽ സിലബസിലുള്ള ഫിഖ്ഹുൽ മുയസ്സർ എന്ന പുസ്തകമുണ്ട് സത്യ. പക്ഷെ നിങ്ങൾ പറയുന്നത് പോലെയല്ല. ആ ഫിഖ്ഹുൽ മുയസ്സറിലത് തറാവീഹ് സുന്നത്താണ്, 20 റക്അത്താണ്. ഇപ്പോഴും നിങ്ങൾക്ക് ഞങ്ങളുടെ പുസ്തകം നോക്കി പരിശോധിച്ചാൽ കണ്ടെത്താൻ സാധിക്കും. സഹോദരന്മാരെ, സത്യമാണ്. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ഫിഖ്ഹുൽ മുയസ്സർ തറാവീഹ് 8 റക്അത്താണെന്നുള്ള ബിദഈ ആശയങ്ങൾ പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ സിലബസ് ഉൾപ്പെടുത്തി വിവാദമായപ്പോൾ ആ പുസ്തകം പിൻവലിച്ച് അതേ പേരിൽ മറ്റൊരു കിതാബ് ചുരുക്കി എഴുതി ഇതേ പേരിട്ടിട്ട് ഇതന്നെയാണ് ആ പുസ്തകം എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പുസ്തകമാണ് ഈ പുസ്തകം. ഇത് സുന്നി ആദർശ പുസ്തകമാണ്. ഇപ്പൊ ഈ പഠിപ്പിക്കുന്ന ഈ പുസ്തകം സംശയമല്ല. പക്ഷെ അങ്ങനെ പുസ്തകങ്ങൾ പഠിപ്പിച്ചിട്ടേ ഇല്ല, അത് വാസ്തവവിരുദ്ധമാണ് എന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ, ഈ കാണുന്ന പുസ്തകം ഇതാണ് ആ ഫിഖ്ഹുൽ മുയസ്സർ. ഈ കിതാബ് ഫിഖ്ഹുൽ മുയസ്സറാണ്. ഈ പുസ്തകത്തിന്റെ പേര് അഹ്മദ് ഈസ ആഷൂറാണ് എഴുതിയിട്ടുള്ളത്. അൽ ഫിഖ്ഹുൽ മുയസ്സർ ഫിൽ ഇബാദാത്ത് എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഈ പുസ്തകത്തിന്റെ പലയിടത്തും തെറ്റായ ആശയം ഉണ്ടാകാൻ ഞാൻ ഫുള്ള് വായിച്ചു നോക്കിയിട്ടില്ല. ഈ പുസ്തകത്തിന്റെ ബഹുമാന്യനായ MT ഉസ്താദ് സമസ്തയുടെ വിശദീകരണ യോഗത്തിൽ പറഞ്ഞ ആ വിഷയം കാണാം. പേജ് നമ്പർ 111 ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. വത്തറാവീഹു സുന്നത്തുൽ ലിരിജാലി വന്നിസാ. തറാവീഹ് ആണിനും പെണ്ണിനും സുന്നത്താണ്. ഫാൻ ഉർഖഫത റളിയല്ലാഹു ഖാല കാന അലിയുൻ യഉമറു ബിഖിയാം റമദാൻ. അലി റളിയല്ലാഹു അൻഹു തറാവീഹ് നിസ്കാരം നിർവഹിക്കാൻ നിർദ്ദേശം കൊടുത്തിരുന്നു.
ആണുങ്ങൾക്കൊരു ഇമാമും നിസായി ഇമാമൻ പെണ്ണുങ്ങൾക്കൊരു ഇമാമും. അവിടെ തന്നെ സലഫികൾ ആശയം പൊളിഞ്ഞു. സലഫികൾ ആശയം ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് നമസ്കരിക്കേണ്ട, ആണുങ്ങൾക്ക് വേറെ ജമാഅത്ത് പെണ്ണുങ്ങൾക്ക് വേറെ ജമാഅത്ത്. എന്നിട്ട് അദ്ദേഹം പെണ്ണുങ്ങളെ ഇമാമും ഞാനായിരുന്നു അള്ളാഹുവിന്റെ കാര്യത്തിൽ. എന്നിട്ട് പറയാണ് ഇശാ നിസ്കാരത്തിന് ശേഷമാണ് നിർവഹിക്കപ്പെടേണ്ടത് ഇമാമൻ, ഈ ഇശാ നിസ്കാരത്തിന് ശേഷമാണ് നിർവഹിക്കപ്പെടേണ്ടത് വിത്റിന് മുമ്പ് റക്അത്തൈനി ഈ രണ്ട് റക്അത്തായിട്ട്. വൽ അഫ്ളൽ ഏറ്റവും ശ്രേഷ്ഠം അൻ തുസല്ല സമാനു റക്അത്തിൻ 8 റക്അത്ത് നിസ്കരിക്കലാണ് ഇഖ്തിദാഅൻ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിനോട് പിൻപറ്റിക്കൊണ്ട് എന്ന് തെറ്റായ ആശയം വിദഅത്തുകാരുടെ ആശയം പഠിപ്പിക്കുന്ന ഈ കിതാബ് നിങ്ങളുടെ സിലബസ് നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ? നിങ്ങൾ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഉത്തരവാദപ്പെട്ട ആളുകൾ നിഷേധിക്കാൻ കഴിയില്ല. ഇത് പഠിച്ച ആളുകൾ, വാഫികൾ, ബിരുദം വാങ്ങിയ ആളുകൾ ധാരാളം നമുക്കിടയിലുണ്ട്. നിങ്ങളെ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ മാത്രമല്ല, ഇപ്പുറത്ത് നിൽക്കുന്ന വാഫികളുണ്ട്. വാഫികൾ മുഴുവൻ പഠിച്ചു പോയിട്ടില്ല. ഈമാന്റെ 100 മനസ്സിൽ പോകാത്ത സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾ വാഫികളെ കൂട്ടത്തിലുണ്ട്. അവരുണ്ട് പഠിച്ച ആളുകൾ. ഇതിന്റെ ഉസ്താദ് നമുക്ക് നിഷേധിക്കാൻ സാധിക്കുമല്ലോ? എന്നിട്ട് ഈ കാര്യം പറയുമ്പോൾ അങ്ങനല്ല, ഞങ്ങൾ സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കുന്ന ആളുകൾ തന്നെയാണ്. ഇതൊക്കെ ഞങ്ങൾ ദുരാരോപണം ഉന്നയിക്കുകയാണ്. മറ്റൊരു കാര്യം നമ്മൾ പറയുന്നത്, അധ്യാപകർ വെക്കുമ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രതിബദ്ധത അധ്യാപകർ വെക്കട്ടെ. അത് വെക്കുന്നില്ലെന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ വർഷങ്ങൾക്ക് 2 വർഷം മുമ്പാണ് കാളികാട് PG ക്യാമ്പസിൽ നിന്ന് ഒരു പ്രമുഖനായ മതപണ്ഡിതൻ രാജിവെച്ചത്. യൂസുഫ് അസ്ഹരി എന്ന് പറയും. ആള് രാജിവെക്കുന്ന മുമ്പന്മാരെ പറ്റി പരാതിയുണ്ട്. അത് സമസ്ത ഇങ്ങനെ എതിർത്തുകൊണ്ട് ക്ലാസ് എടുക്കും. സമസ്തക്ക് 40 ആലിമ്യങ്ങളുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ തീരുമാനിച്ച ഇജ്മാ ഒന്നും ആവില്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കും സമസ്തക്കെതിരെ. ഇയാൾ രാജിവെച്ച് പഠിപ്പിക്കാൻ എവിടെ പോയിരുന്നോ? ആലുവയിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ കോളേജിൽ. ഇപ്പോൾ അധ്യാപകനായി ഇദ്ദേഹം. ജമാഅത്തുകാരുടെ ആവേശവും താല്പര്യവും ഒരു അനുകമ്പവും ഇല്ലാതെ അവരെ സ്ഥാപനത്തിൽ പോയി നമ്മൾ പഠിപ്പിക്കോ? ജമാഅത്തിൽ എടുക്കോ? സുന്നികള് എല്ലാ കാലത്തും പലപ്പോഴും വിട്ടുവീഴ്ച ചെയ്താലും ജമാഅത്തുകാരും മുജാഹിദും നമ്മുടെ അധ്യാപകൻ അവരെ 4 ആയത്തേക്ക് അടുപ്പിക്കൂല. അവിടെ പോയി നമ്മൾ ചേരുവോ? അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇവര് പറയാ ആള് സുന്നി തന്നെയാണ്, എന്നാലും സൗകര്യത്തിന് വേണ്ടി അവിടെ പോയി പഠിപ്പിക്കുകയാണ്. ആരോടാ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ സുന്നിയാണെന്ന് പറയാൻ എന്താണ് തെളിവ്? ഇദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിന്റെ കോളേജിൽ പഠിപ്പിക്കുന്നു എന്ന് തന്നെ ജമാഅത്തുകാരോട് ഇവർക്ക് സഹകരണ മനോഭാവം ഉണ്ടെന്ന് തെളിവല്ലേ? ആർക്കാണ് നിഷേധിക്കാൻ സാധിക്കുക? ഈ തരത്തിൽ ഒറ്റപ്പെട്ട കേസുകളല്ല, ധാരാളം സംഭവങ്ങളുണ്ട്. വിദഅത്തുകാരുടെ അയഞ്ഞ സമീപനം. സഹോദരന്മാരെ, അതുപോലെ മറ്റൊരു വിഷയമാണ് ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഒരു സാമ്പിളാണ് ഈ പറയുന്നത്. ഇതുപോലെ വാഫി കോളേജ്, വളാഞ്ചേരി മർക്കസ് വാഫി കോളേജാണ്. അതിന്റെ വൈസ് പ്രിൻസിപ്പാൾ ഈ തൊട്ടടുത്ത താനൂർക്കാരനാണ്. താനൂർ നിങ്ങൾ ചെന്ന് അന്വേഷിച്ചു നോക്കി, സകല മുജാഹിദീൻ ജമാഅത്തിന്റെ പരിപാടിയിൽ പോയി പ്രസംഗിക്കും ഈ വൈസ് പ്രിൻസിപ്പാൾ. ഈ കുട്ടികൾക്ക് സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കേണ്ട സാധാരണ ഉസ്താദല്ല, പ്രിൻസിപ്പാളെ തൊട്ടടുത്ത് പതിറ്റാണ്ടുകളായി ജോലി ചെയ്യുന്ന ഈ മനുഷ്യൻ അവിടെ പോയിട്ട് ജമാഅത്തിന്റെ മുജാഹിദിന്റെ പ്രഭാഷണ പരിപാടി ഉദ്ഘാടനം ചെയ്തു കൊടുക്കുകയാണ്, അവിടെ പ്രസംഗം നടത്തുകയാണ്. എത്ര അപകടകരമാണ്! വേണ്ട, ഇതിന്റെ ജനറൽ സെക്രട്ടറി ഇത് വലിയ വിവാദങ്ങൾക്കായി ചർച്ച കടന്നപ്പോൾ സമസ്തക്ക് എഴുതി കൊടുത്താണ്, ഇനിമേൽ ഞാൻ ജമാഅത്തെ ഇസ്ലാമിന്റെ പരിപാടി പോകൂല. ഈ വടവന്നൂർ അൻസാർ മുജാഹിദിന്റെ കോളേജിൽ ഈ കഴിഞ്ഞ 23-ാം തീയതി അല്ലേ അദ്ദേഹം മുജാഹിദിന്റെ പരിപാടിയിൽ പോയി പ്രസംഗിച്ചത്? ജമാഅത്തിന്റെ പരിപാടി പോകുന്ന എഴുതിയിട്ടുണ്ട്, പക്ഷെ മുജാഹിദിന്റെ പരിപാടി പ്രസംഗിച്ചു. അപ്പൊ ഇത് ഇങ്ങനെ പറഞ്ഞു പോയാൽ പറ്റൂല. ഇത് അപകടകരം. ഇത് നമുക്ക് ഏത് ബുദ്ധിയുള്ള ആൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് സമത്തെ പരമാവധി ഉപദേശിച്ച് നോക്കി തിരുത്താൻ തയ്യാറല്ല, ഒരു രക്ഷയില്ല. ലാസ്റ്റ് ഒരു എക്സ്ക്യൂസ് ഇല്ലാതെ തൽക്കാലം മാറ്റി നിർത്തി. സ്വാഭാവികല്ലേ? അപ്പൊ നമ്മളെല്ലാവരും സമസ്തന്റെ കൂടെ നിൽക്കല്ല വേണ്ടത്, അയാൾക്ക് സപ്പോർട്ട് ചെയ്യണം വേണ്ടത്. ഇത് മാത്രമാണ് സമസ്ത ചെയ്ത്. സമസ്ത ഈ വിഷയത്തിൽ മാത്രം ഏത് കാലത്ത് 99 വർഷക്കാലത്ത് ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ കാരണം ആദർശ വിഷയത്തിൽ കോംപ്രമൈസിന് പോയിട്ടില്ല, വിട്ടുവീഴ്ചക്ക് പോയിട്ടില്ല. ആദർശ വിഷയത്തിൽ വ്യതിയാനം വന്നാൽ അവർക്കെതിരെ ആക്ഷൻ. ഇത്ര വലിയ പ്രശ്നം വേണ്ട, ചെറിയ പ്രശ്നം വന്ന ആളുകളെ വരെ സമസ്തയിൽ മാറ്റി നിർത്തിയിട്ടുണ്ട്. ചരിത്രം പരിശോധിച്ചു. കാരണം എന്തേ പ്രശ്നം? സമസ്തനെ വളർത്താൻ വേണ്ടിയിട്ടല്ല, സമസ്തനെ വളർത്താൻ അവരെ കൂടെ നിർത്തിയല്ല വേണ്ടത്. ഈ ആളുകളെ ഈമാൻ ചോർന്നു പോകാൻ പാടില്ല. മുജാഹിദിന്റെ അയവ് കാണിച്ചാൽ, ജമാഅത്തിന്റെ അയവ് കാണിച്ചാൽ, തബ്ലീഗ് ജമാഅത്തിന്റെ അയവ് കാണിച്ചാൽ, സുന്നത്ത് ജമാഅത്തിൽ കാർക്കശ്യമില്ലാത്തൊരു സമൂഹം കടന്നു വന്നാൽ ഒരു സംശയം വേണ്ട, ആ ബന്ധം സുന്നത്ത് ജമാഅത്തെ തകർക്കുന്നതിലേക്ക് എത്തിക്കും. അതുകൊണ്ട് പൂർവ്വയിൽ കണിശമായ നിലപാട് സ്വീകരിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ച് 26-ല 30-ന് സമസ്തയുടെ സമ്മേളന സമസ്ത പ്രഖ്യാപിച്ചു. ഇവരുടെ ബന്ധവിച്ഛേദം വിജയികളുമായി നമ്മൾ സഹകരിക്കാൻ പാടില്ല. ശരീഅത്തുള്ള വലിയ പ്രശ്നം രാജ്യത്ത് വരുമ്പോൾ ഒന്നിക്കും. മുസ്ലിം ലീഗ്, കോൺഗ്രസ് പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വോട്ടിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒന്നിക്കും. അതിനപ്പുറം അവരുമായി അനുരഞ്ജനം ഇല്ല.
നിങ്ങൾക്കറിയാമോ ഈ വലിയ മഹത്തായ സ്ഥാപക സംവിധാനത്തിന്റെ പൂർവ്വകാല പണ്ഡിതനാണ് സയ്യിദ് അഹമ്മദ് കോയ ഷാരിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാപണ്ഡിതൻ, തെന്നിന്ത്യയിലെ മുഫ്തിയാ. അദ്ദേഹത്തിന്റെ ലൈബ്രറി ഉണ്ട്, ചാലിയത്ത് പോയാൽ കാണാം. മഹത്തായ ലൈബ്രറി, വലിയ ലൈബ്രറി. ആ ലൈബ്രറിയുടെ പുറത്ത് അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, വിദായികൾക്ക് പ്രവേശനമില്ല. ഗൗരവമാണ്, കാരണം അത് കെണിഞ്ഞ കേസാ. എനിക്കറിയാം, പട്ടിക്കാട് ജാമ്യനൂരി അറബിക്കോൾ 1985-84 കാലഘട്ടമായി പഠിക്കുന്നത്, 40 വർഷങ്ങൾക്ക് മുമ്പ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ പഠിക്കുന്ന കാലത്ത് മഹാനായ കോട്ടുമൽ ഉസ്താദാണ് പ്രിൻസിപ്പാൾ. കോട്ടുമൽ ഉസ്താദ് എന്ന് പറഞ്ഞാൽ പിതാവ് സമസ്തയുടെ ഉപാധ്യക്ഷനായിരുന്നു ഷെയ്ഖുന കോട്ടുമൽ അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു ബറകതുഹു ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഒരു വെള്ളിയാഴ്ച രാവിലെ അദ്ദേഹം വഫാത്തായത്. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് അവിടെ പട്ടിക്കാടിന് ചുങ്കന ജംഗ്ഷൻ, ആ ജംഗ്ഷനിൽ ഒരു കോർണർ ഉണ്ട്, സിമിന്റെ തണക്കാലത്ത് ജമാഅത്ത് ഇസ്ലാമിന്റെ വിദ്യാർത്ഥി സംഘടന സിമിയ, ആ സിമിന്റെ ഒരു കോർണർ, ആളുകൾ ബസ് വെയിറ്റിംഗ് ഷെഡ്, ഇരിക്കാൻ സ്ഥലമില്ല, നിന്നിട്ട് പത്രമൊക്കെ വായിക്കാം. ഇങ്ങനെ സ്റ്റാൻഡ് ഉണ്ട്, ആ സ്റ്റാൻഡിൽ നിന്ന് പത്രമൊക്കെ വായിക്കാം. ആ സ്റ്റാൻഡിൽ വെയിറ്റിംഗ് ഷെഡ് ബസ് കാത്തു നിൽക്കുന്ന സമയത്ത് ജാമ്യയിൽ പഠിക്കുന്ന ഒരു കുട്ടി അവിടെ വെയിറ്റിംഗ് ഷെഡിൽ ആ സ്റ്റാൻഡിൽ നിന്ന് പത്രം വായിച്ചു, വെയിറ്റിംഗ് ഷെഡിൽ നിന്ന് വായിച്ചു എന്നതിന് പേരിൽ കുട്ടി നാട്ടിൽ തിരിച്ചു വന്ന ശേഷം കുട്ടിയെ നോട്ട് ചെയ്യുകയും കുട്ടിയെ വിളിച്ച് ശകാരിക്കുകയും ചെയ്യുന്ന ഈ വിനീതൻ ദൃക്സാക്ഷിയാണ്. കാരണം അവരുമായി ഒരു അന്യ സമീപനം സമസ്ത നിലപാടെടുത്തിട്ടില്ല, സലഫു സ്വാലിഹ്യങ്ങൾ നിലപാടെടുത്തിട്ടില്ല, പൂർവികരായ മഹാപണ്ഡിതന്മാർ നിലപാടെടുത്തിട്ടില്ല. കർക്കശമായ നിലപാടാണ് സ്വീകരിച്ചത്. അതിന് പ്രത്യേക കാരണങ്ങൾ വിദഅത്ത് മറ്റു രോഗങ്ങൾ പോലെയല്ല. അവരുമായി അന്യ സമീപനം വന്നാൽ നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകും. അതിന്റെ അനന്തരഫലമല്ല ഈ മക്കൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സയ്യിദുമാർ തെറി പറയല്ലേ, എന്തൊക്കെ സംസ്കാരമില്ലാത്ത വാക്കുകളാണ് പറയുന്നത്. സോഷ്യൽ മീഡിയ എടുത്തു നോക്കി ഉത്തരവാദപ്പെട്ട ഇവരെ സ്ഥാപനങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ, കുട്ടികളൊന്നും കിട്ടിയ അധ്യാപകന്മാർ ബിരുദാരികൾ എഴുതുന്ന സംസ്കാരമില്ലാത്ത വാക്കുകൾ, വലിയ വലിയ മഹാത്മാക്കളെ കുറിച്ചും മഹാപണ്ഡിതന്മാരെ കുറിച്ചും സാദാത്തുക്കളെ കുറിച്ചും ഈ ഒരു സംസ്കാരത്തിലേക്ക് കൊണ്ടുപോകാൻ എന്താ കാരണം? ഈ സമസ്തയുമായുള്ള ബന്ധം അകറ്റി നിർത്തി സമസ്തയെ മോശമായി ചിത്രീകരിച്ച് വിദഅത്തുമായുള്ള ഈ കൂട്ടുകെട്ട് അത് അപകടത്തിലേക്ക് എത്തിക്കും. ശൈത്താന് വഴിതെറ്റിക്കാൻ വളരെ വേഗം സാധിക്കും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്തൊരു സമീപനം സ്വീകരിച്ചു സമസ്ത എന്നല്ലാതെ സമസ്തയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല. സമസ്ത നേർപാതയിൽ സൂക്ഷ്മമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, ഇനിയും മുന്നോട്ട് പോകും. സമസ്ത 100ാം വാർഷിക വിപുലമായ പരിപാടി ആഘോഷിക്കാൻ വേണ്ടി വലിയ സ്വാഗത സംഘം ഇന്ന് രൂപീകരിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ സംഘത്തെക്കുറിച്ച് സംശയം വേണ്ട. നമ്മളെ സുന്നത്ത് ജമാഅത്തിൽ ഉറപ്പിച്ചു നിർത്തിയതുപോലെ വരും തലമുറയും സുന്നത്ത് ജമാഅത്തിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി സമസ്തക്കൊപ്പം പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ട് സുന്നി ആദർശത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാകാതെ ധീരമായി മുന്നോട്ട് പോവുക. ദയാനിധിയാർ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ പ്രതിസന്ധികളും അതിജീവിച്ച് ജീവിച്ചുകൊണ്ട് സമസ്തക്കൊപ്പം ഉറച്ചു നിന്നുകൊണ്ട് അവസാനം സമസ്തയുടെ പണ്ഡിതന്മാരും സാദാത്തുക്കളും മരണപ്പെട്ടു പോയതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദിന്റെ വചനം ഉച്ചരിച്ചുകൊണ്ട് മരിച്ചു പോകാനും ആ മഹാന്മാരോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനും നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും ദയാനിധിയായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ദുആ ചെയ്തുകൊണ്ടും ഈ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ നമ്മുടെ പ്രതീക്ഷ ഈ SKSന്റെ മക്കളിലാണ്. അല്ലാഹു ഒരു പ്രത്യേകം ബറക്കത്ത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ വിരാമം കുറിക്കുന്നു. സല്ലല്ലാഹു അലൈഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.